ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വൈകുന്നേരം ചായക്കടയിലേക്ക് കിട്ടുന്ന ഉണ്ടംപൊരി അഥവാ ബോണ്ടയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതുപോലെ തന്നെ എണ്ണയിലൊന്നും ഇടുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിയോ വിണ്ടോ ഒന്നും കയറാതെ നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഒരുപാട് പാടൊന്നുമില്ല. കണ്ടു നോക്കുക. വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഒട്ടുന്ന സമയങ്ങളേത് എങ്ങനെയാണ് നമ്മുടെ ഈ ബോണ്ട റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് ശർക്കര ഉപയോഗിച്ചും അതേപോലെ തന്നെ ഒന്ന് പഞ്ചസാര ഉപയോഗിച്ചും. നമ്മൾ ശർക്കര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഉരുക്കിയെടുത്തുകൊണ്ട് വരണം. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ തന്നെ ഒന്നുങ്ങ് ആദ്യമേ പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. ഗ്രേറ്റ് ചെയ്ത് 1 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് വെള്ളമാണ്. ഒരുപാട് വെള്ളമൊന്നും കൂടി പോകരുത്. ഒരു 1/4 കപ്പ് വെള്ളം അത്ര മാത്രം മതി. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ ശർക്കര നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഉരുക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം അത്ര മാത്രം മതി. ഇനിയിപ്പോൾ നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നല്ലോണം ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ആ കല്ലോ മണ്ണോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് മാറിക്കിട്ടുള്ളൂ. കണ്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അലന്ന് വന്നോളും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതവിടെ ഇരിക്കട്ടെ. ഇനിയപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടത് പഴമാണ്. നന്നായിട്ട് പഴുത്ത 3 പാളയം കുടമ്പഴോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ റോബസ്റ്റോ പഴമോ നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 പഴമായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ബോണ്ട ഉണ്ടാക്കാനായിട്ട്. വേറെ പഴമൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 പഴവും ആദ്യമേ മിക്സിയുടെ ജാറിലേക്ക് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പഴത്തിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഒന്നുങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, നമ്മുടെ പഴമൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ശർക്കരപ്പാനി ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളെടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 കപ്പ് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയിലും അതേപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മൈദയിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ചെറിയ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ജീരകം ചതയ്ക്കോ പൊടിക്കോ ഒന്നും തന്നെ ചെയ്യാതെ നേരിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളോ അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇടയ്ക്ക് ആ ഒരു എള്ളൊക്കെ കടിക്കാനും അതേപോലെ തന്നെ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ മൈദയിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ മുഴുവൻ ഒഴിക്കേണ്ട, കുറച്ചൊഴിച്ച് മൈദയിലേക്ക് നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സ് കുറച്ചായിട്ട് ഒഴിച്ച് ശരിക്കും ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കി വന്ന ആ മിക്സും കൂടി, അതായത് പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്ത് കൈവച്ചതായി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മൈസൂർ ബോണ്ടയ്ക്കൊക്കെ ഇതേപോലെ അങ്ങ് അടിച്ചടിച്ചെടുക്കില്ലേ കൈകൊണ്ട്, അതേപോലെ നന്നായിട്ട് നല്ല ശക്തിയിൽ ഒരു 4-5 തവണ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഉള്ളൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നത്. കണ്ടത് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരുപാട് വെള്ളം കൂടുതലുമില്ല, എന്നാൽ തീരെ കുറവൊന്നുമില്ലാതെ പാകത്തിനായിട്ടാണ്. ഒരു ബോണ്ടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി.
അപ്പം ഞാനിവിടെ ആ ഒരു പഴത്തിൻ്റെ ശർക്കരപ്പാനിയുടെ മിക്സ് അല്ലാതെ മൈദയിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർത്തല്ല കേട്ടോ. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ചേർക്കുന്നത് കൂടാതെ കുറച്ചും കൂടി പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആ ഒരു സോഫ്റ്റ്നെസ്സിൽ വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല, നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 2-2.5 മണിക്കൂറോ ശരിക്കും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ കൈ വെച്ച് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എപ്പോൾ റെഡിയാക്കി എടുത്താലും ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കൂടി നമ്മൾ വെക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് 2 കൈയും നമ്മുടെ വെള്ളത്തിൽ ശരിക്കും ഒന്ന് മുക്കിയിട്ട് വേണം നമ്മുടെ മാവ് കുറച്ചെടുത്ത് ഒന്ന് പതുക്കെ ബോൾ പോലെ ഉരുട്ടിയിട്ട്, അതായത് ബോണ്ട പോലെ ഉരുട്ടിയിട്ട് ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായി. കണ്ടോ, ഇതേപോലെ വെള്ളത്തിൽ മുക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഓരോ തവണ നമ്മൾ ബോണ്ട എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴും അടുത്തത് റെഡിയാക്കി എടുക്കാനായിട്ട് കൈ വെള്ളത്തിൽ മുക്കണം. അങ്ങനെ ഓരോ തവണ മുക്കിയിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലാണ് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമാണ്. ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ബോണ്ട ഉണ്ടപ്പോരി റെഡിയാക്കി എടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതേപോലെ തന്നെ പുറം ഭാഗത്തിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് കളർ മാറി വരുന്നവരെ ഫുൾ ടൈം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ 2 വശം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ടോ, ആ കളറൊക്കെ ഒന്ന് മാറി ശരിക്കും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ബോണ്ടയുടെ കളറായി വന്നപ്പോൾ ഇതേപോലെ അങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. കണ്ടത് ഇത്ര എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉണ്ടംപൊരി. അപ്പോൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ കാര്യത്തിലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മൈദ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പഴത്തിൻ്റെയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയുടെയും മിക്സ് മാത്രം മതിയാവും. അല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വേറെ എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുന്നവരെ കൈവച്ച് ശരിക്കും ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഓരോ തവണ കൈവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ ബോണ്ടയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഓവറായിട്ട് കളറൊന്നും മാറാതെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടി ബോണ്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ല, അത്യാവശ്യം വലിപ്പമുള്ള ബോണ്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് നല്ലോണം തന്നെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും റെഡിയായി വന്നത്. നല്ല പഞ്ഞി പോലുള്ള നല്ല അടിപൊളി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ബോണ്ട നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചായയുടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.